നമസ്കാരം. ദക്ഷിണ ചീന കടലിൽ ചൈന ഫിലിപ്പൈൻസ് സംഘർഷം തുടരുന്നതിനിടയിൽ ഫിലിപ്പൈൻസിന് ഇന്ത്യ പിന്തുണ പ്രഖ്യാപിച്ചത് ആഗോളതലത്തിൽ ഏറെ ശ്രദ്ധേയമായിരുന്നു. ദക്ഷിണ ചൈന കടലിൽ ചൈന തുടരുന്ന മാടമ്പിത്തരങ്ങൾക്കെതിരെ ഫിലിപ്പൈൻസ് പ്രതിഷേധം രേഖപ്പെടുത്തിയതിന് പിന്നാലെ മഞ്ഞനയിൽ വച്ച് ഫിലിപ്പൈൻസ് വിദേശകാര്യ സെക്രട്ടറി എൻറിക് മനോലയുമായി ഇന്ത്യൻ വിദേശകാര്യമന്ത്രി എസ് ജയശങ്കർ അന്ന് കൂടിക്കാഴ്ച നടത്തുകയും ചെയ്തു. സമീപകാലത്തായി ഇന്ത്യയും ഫിലിപ്പൈൻസും തമ്മിൽ സുരക്ഷാ പ്രതിരോധ മേഖലകളിലെ തന്ത്രപരമായ പങ്കാളിത്തം വളർന്നിരുന്നു. ഇന്ത്യയും റഷ്യയും ചേർന്ന് നിർമ്മിച്ച ബ്രഹ്മോസ് മിസൈലിൻ്റെ ആദ്യ ഉപഭോക്താവ് ഫിലിപ്പൈൻസ് ആയിരുന്നു. 2022 ഒപ്പുവെച്ച $375 മില്യൺ കരാറിൻ്റെ ഭാഗമായി ഇന്ത്യൻ വ്യോമസേനയുടെ അമേരിക്കൻ നിർമ്മിത C-17 ഗ്ലോബ് മാസ്റ്റർ വിമാനത്തിലാണ് ഫിലിപ്പൈൻസ് മറൈൻ കോർപ്സിന് കൈമാറാനുള്ള ബ്രഹ്മോസ് മിസൈലുകൾ അയച്ചിരുന്നത്. ചൈനയ്ക്കെതിരായ ആയുധശേഖരത്തിലെ ഫിലിപ്പൈൻസിൻ്റെ വജ്രായുധമാണ് ഇന്ന് ബ്രഹ്മോസ്. അന്ന് നടത്തിയ ആയുധ കൈമാറ്റത്തിലൂടെ ഭാരതം തിരുത്തിക്കുറിച്ചത് ഫിലിപ്പൈൻസ് എന്ന രാജ്യത്തിൻ്റെ തലവര കൂടിയാണ്. കാരണം അമേരിക്ക പോലുള്ള ശക്തികൾ ഫിലിപ്പൈൻസിനെ സാമ്പത്തികമായി സഹായിക്കുമെങ്കിലും അതെല്ലാം ആ രാജ്യത്തിൻ്റെ അടിസ്ഥാന മേഖലയെ ശക്തിപ്പെടുത്താനായിരുന്നു. എന്നാൽ ബ്രഹ്മോസിൻ്റെ വരവോടെ ഇൻഡോ പസഫിക് മേഖലയിൽ ചൈനയ്ക്കെതിരെ ഒരു പരിധിവരെയെങ്കിലും സ്വയം പ്രതിരോധിക്കാനുള്ള ശേഷി ഫിലിപ്പൈൻസിനും കൈവന്നിരിക്കുന്നു. ഭാരതത്തിൻ്റെ പാത പിന്തുടർന്ന് ഇപ്പോൾ ചൈനയ്ക്കെതിരെ ഫിലിപ്പൈൻസിനെ സൈനികമായും സഹായിക്കുകയാണ് ലോകരാജ്യങ്ങൾ. ചരിത്രത്തിൽ തന്നെ ഇതാദ്യമായി ഫ്രാൻസ് തങ്ങളുടെ വാർഷിക ഇൻഡോ പസഫിക് വ്യോമസേനാ അഭ്യാസത്തിൽ ഫിലിപ്പൈൻസിനെ കൂടി ഉൾപ്പെടുത്തിയിരിക്കുകയാണ്. ഈ വർഷത്തെ പെഗാസ് അഭ്യാസത്തിനായി ഫിലിപ്പൈൻസ് തലസ്ഥാനമായ മനിലയിൽ നിന്ന് 93 കിലോമീറ്റർ വടക്ക് പടിഞ്ഞാറായി സ്ഥിതി ചെയ്യുന്ന ക്ലാർക്ക് എയർബേസിൽ ഫ്രഞ്ച് വിമാനങ്ങൾ ഉടനെത്തും. 1991 വരെ അമേരിക്കൻ മിലിറ്ററി ഉപയോഗിച്ചിരുന്ന എയർബേസ് ആയിരുന്നു ക്ലാർക്ക് എയർബേസ്. 2 റഫേൽ മൾട്ടി റോൾ ഫൈറ്ററുകൾ, ഒരു A400M ലിഫ്റ്റ് എയർക്രാഫ്റ്റ്, ഒരു A330 ഏരിയൽ ഇന്ധനം നിറയ്ക്കുന്ന വിമാനം, ഒരു സൈനിക ഗതാഗത വിമാനം എന്നിവയാണ് അഭ്യാസ പ്രകടനത്തിൽ പങ്കെടുക്കുന്നത്. ഉഭയകക്ഷി പ്രവർത്തനങ്ങൾ ഇരു രാജ്യങ്ങളും തമ്മിലുള്ള എയർ ടു എയർ സഹകരണത്തിൻ്റെ അടിത്തറ കെട്ടിപ്പടുക്കാൻ സഹായിക്കുമെന്നാണ് പ്രതീക്ഷിക്കുന്നതെന്ന് ഫിലിപ്പൈൻസ് ദേശീയ പ്രതിരോധ വകുപ്പ് പ്രതികരിച്ചു. ഫിലിപ്പൈൻസിലെ ഫ്രാൻസിൻ്റെ അംബാസിഡറായ മേരി ഫോണ്ടനൽ ഫിലിപ്പൈൻസ് ഫ്രാൻസ് നയതന്ത്ര ബന്ധം സ്വാതന്ത്ര്യം ഉയർത്തിപ്പിടിക്കുന്ന ഫ്രാൻസിൻ്റെ പ്രതിബദ്ധത ഉൾക്കൊള്ളുന്നതും ഇൻഡോ പസഫിക് മേഖല നിലനിർത്തുന്നതിനും അത്യന്താപേക്ഷിതമാണെന്നും എടുത്തു പറഞ്ഞു. ദക്ഷിണ ചൈന കടലിലെ പ്രാദേശിക അവകാശങ്ങൾ സംബന്ധിച്ച തർക്കത്തിൽ ഫിലിപ്പൈൻസിന് അനുകൂലമായുള്ള അന്താരാഷ്ട്ര നീതിന്യായ കോടതിയുടെ സുപ്രധാന വിധിയുടെ 8ാം വാർഷികത്തെ അനുസ്മരിക്കുന്ന സമ്മേളനത്തിൽ സംസാരിക്കവെയാണ് പെഗാസ് 24 ദൗത്യം പ്രാദേശിക സുരക്ഷയ്ക്കുള്ള ഫ്രാൻസിൻ്റെ സമർപ്പണത്തെ സൂചിപ്പിക്കുന്നുവെന്ന് ഫോണ്ടനൽ അഭിപ്രായപ്പെട്ടത്. ഇക്കഴിഞ്ഞ ജൂണിൽ ഫ്രാൻസ് ഫിലിപ്പൈൻസിൽ ഒരു റെസിഡന്റ് ഡിഫൻസ് അറ്റാഷയെ നിയമിച്ചിരുന്നു. ഫിലിപ്പൈൻസ് പ്രതിരോധ സെക്രട്ടറി ഗിൽബർട്ടോ തിയഡാറോ ജൂനിയറും ഫ്രഞ്ച് സായുധസേനാ മന്ത്രി സെബാസ്റ്റ്യൻ ലെക്കാർനോവും തമ്മിൽ നടത്തിയ കൂടിക്കാഴ്ചയെ തുടർന്നായിരുന്നു ഈ നീക്കം. സംയുക്ത അഭ്യാസങ്ങൾക്കായി സേനയെ പരസ്പരം വിന്യസിക്കാൻ പ്രാപ്തമാക്കുന്ന ഒരു പ്രതിരോധ ഉടമ്പടിയിൽ ഫിലിപ്പൈൻസ് നിലവിൽ ഫ്രാൻസുമായി ചർച്ച നടത്തി വരികയാണ്. മനിലയുമായുള്ള വിസിറ്റിംഗ് ഫോഴ്സ് കരാറിൻ്റെ ആദ്യ കരട് സെപ്റ്റംബറോടെ സമർപ്പിക്കാനാണ് ഫ്രാൻസ് ലക്ഷ്യമിടുന്നതെന്ന് ഫോണ്ടനൽ അറിയിച്ചു. എയർ ടു സർഫസ് സ്ട്രൈക്കുകളിൽ ഫിലിപ്പൈൻസ് എയർഫോഴ്സ് മികവ് പുലർത്തുന്നുണ്ടെങ്കിലും ദൗത്യത്തിൻ്റെ സന്നദ്ധതയും കഴിവും മെച്ചപ്പെടുത്തുന്നതിന് നിർണായകമായ എയർ ഇൻ്റർഡിക്ഷനിലും ആക്രമണാത്മക കൗണ്ടർ എയർ ഓപ്പറേഷനുകളിലും ഈ അഭ്യാസത്തിലൂടെ കൂടുതൽ ശ്രദ്ധ കേന്ദ്രീകരിക്കാനാകും. കൂടാതെ അമേരിക്കയും ഫിലിപ്പൈൻസും അവരുടെ സഖ്യം ശക്തിപ്പെടുത്തിയിട്ടുണ്ട്. പസഫിക് സമുദ്രത്തിൽ ആധിപത്യം സ്ഥാപിക്കാൻ ചൈന നടത്തുന്ന മനുഷ്യത്വരഹിത പ്രവർത്തനങ്ങൾക്ക് തിരിച്ചടി നൽകുവാൻ ഇപ്പോൾ ഭാരതത്തിൻ്റെ മാതൃക പിന്തുടരുകയാണ് ലോകരാജ്യങ്ങളെന്ന് നിസ്സംശയം പറയാം. വെബ് ഡെസ്ക് തത്തുമൈ ന്യൂസ്. Powered by Jyotis. Realizing your dream home. Our ongoing luxury apartments projects are Crown near Karivattam, The Square near UST Global, White Manor near Attigal Ambalathara, and Evergreens Luxury Villas near Tirumala. Call 90482 55599. Jyotis Building Promoters Private Limited, Thiruvananthapuram.